അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് മുറൂജ് ഫാമിൻ്റെ അടുത്തുള്ള പാർക്കിലെ കാഴ്ചകളാണ്. അതേപോലെ തന്നെ ഹോഴ്സ് റേസിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഞാനിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഇവിടെ കൊടുക്കാനുള്ള ഫുഡ്, അതായത് ഇവിടുത്തെ ഓരോ ജീവികൾക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കണ്ടത് ഒട്ടകത്തിനെയാണ്. അപ്പോൾ ഇവിടെ 2 ഒട്ടകത്തിനെ കണ്ടു. അപ്പോൾ ഒരു ഫാമിലി വന്ന് അതിന് ഫുഡൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കിട്ടിയ കുറച്ച് ഫുഡൊക്കെ ഞാൻ നോക്കി. ഇത് കുറച്ച് ക്യാരറ്റും ആപ്പിൾ കട്ട് ചെയ്തുണ്ട്, പിന്നെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. അപ്പം ഓരോന്നിന് കൊടുക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുല്ലെടുത്ത് ആദ്യം ഒട്ടകത്തിന് കൊടുത്തു. എല്ലാവരും വന്ന് ഫുഡൊക്കെ ഒട്ടകത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ജീവികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒട്ടകത്തിന് പുല്ല് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറച്ച് താഴെ പോയി. അതെടുത്ത് ഞാൻ വീണ്ടും ഒട്ടകത്തിന് കൊടുത്തു. പിന്നെ നമുക്ക് അകത്തോട്ട് കയറാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എൻട്രൻസിൻ്റെ അവിടെ വെച്ച് കുറച്ച് മലയാളികളെയൊക്കെ പരിചയപ്പെട്ടു. ഇതിൻ്റെ അകത്ത്, അതായത് ഈ ഫാമിൻ്റെ അകത്ത് കുറച്ച് മലയാളികളൊക്കെ സ്റ്റാഫായിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ മലയാളി സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആടിനെ തൊട്ടടുത്ത കൂട്ടിനകത്ത് ഞാൻ കണ്ടതാണ്. അതായത് നമ്മൾ ഒട്ടകത്തിനെ കണ്ട കൂടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടതാണ്. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് പുല്ലൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. എല്ലാവരും വന്ന് ഇതേപോലെ ഫുഡൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പകുതി ആളുകൾക്കും വിശപ്പൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ കൊടുത്തു. എങ്ങനെയും ഈ ഫുഡൊക്കെ ഒന്ന് തീർക്കണമല്ലോ. അവിടുന്ന് ഞാൻ നേരെ അടുത്തൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അകത്തോട്ട് പോയി. അങ്ങനെ ഇത് വേറൊരു ടൈപ്പാണ്. ഇതിൻ്റെ പേര് വരുന്നത് അൽപ്പാക്ക എന്നാണ്. ഇത് ആടിൻ്റെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ ഇതിനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു വൈകുന്നേര സമയമാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം സമയം രാത്രിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് മാൻ ആണ്. അപ്പം ഞാൻ ഇതിനും കുറച്ച് പുല്ലൊക്കെ കൊടുത്തു. അവിടുന്ന് വന്നത് നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ അടുത്താണ്. അങ്ങനെ ഒട്ടകപ്പക്ഷിയെ കണ്ടിട്ട് ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗിനിക്കോഴിയും നടപ്പുണ്ട്. അപ്പം ഇത് അതിൻ്റെ വേറെ ഒരു വലിയ ഒട്ടകപ്പക്ഷിയാണ്. മുമ്പേ നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു ചെറുതാണ്. അവിടുന്ന് വന്നത് നമ്മൾ കുറച്ച് ഗ്ലാസ് കൂട്ടിലൊക്കെ ഇട്ട് കുറച്ച് മൃഗങ്ങളുടെ അടുത്തേക്കാണ്. ഇതൊരു കുറുക്കനാണ്. അപ്പം അത് കഴിഞ്ഞ് വന്ന സ്ഥലത്ത് ഒരു ജീവി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിൻ്റെ ഉറക്കം കാണാൻ തന്നെ നല്ല രസമാണ്. അവിടെ നിന്ന് നമ്മൾ നടന്ന് വേറെ ഒരു പക്ഷിക്കൂടിലോട്ടാണ് പോകുന്നത്. അത് ഇതിൻ്റെ അകത്തുള്ളൊരു വലിയ പക്ഷിക്കൂട് തന്നെയാണ്. ഇത് മൊത്തം കവർ ചെയ്ത് ഇട്ടിരിക്കുകയാണ്, കാരണം പക്ഷികൾ പറന്നു പോകാതിരിക്കാൻ വേണ്ടി. അപ്പം നമ്മളെ വരവേറ്റുകൊണ്ട് തന്നെ ഇവിടെ ഒരു കിളി ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് കുറച്ച് ഊഞ്ഞാലാടുന്ന കിളികളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ കിളികൾക്കൊക്കെ കൊടുക്കാനാണ് നമുക്ക് വേറെ സെപ്പറേറ്റ് ഫുഡൊക്കെ തന്നിട്ടുണ്ട്, പുല്ലല്ലാതെ. അതിന് ആപ്പിള്, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ കണ്ട്. ഈ ഒരു കിളിക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നത് സൺഫ്ലവർ സീഡാണ്. ഈ ഒരു സ്റ്റാഫാണ് എന്നോട് പറഞ്ഞത് ഇതിന് ഫ്രൂട്ട്സ് അല്ല സൺഫ്ലവർ സീഡാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പം നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഈ ഒരു ചേച്ചി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് പിടിച്ചു കൊടുക്കുന്നത് ആ ചേച്ചിയാണ്. കാരണം എൻ്റെ ഈ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഫുഡൊക്കെ ഉള്ളതുകൊണ്ടും ആ ചേച്ചി എന്നെ ഇങ്ങോട്ട് വന്ന് സഹായിച്ചതാണ്. ശേഷം അതിന് 2 സീഡൊക്കെ കൊടുത്ത് നമ്മൾ അടുത്തൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് വെച്ചു. കിളിയൊക്കെ കയ്യിലെടുക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ വലിയ വെയിറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ കിളിയെ യാത്രയാക്കി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കുറേ കിളികളൊക്കെ ഇരിപ്പുണ്ട്. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാത്രിയൊക്കെ ആകാറായതുകൊണ്ട് തന്നെ ഒരു ഉറക്ക സമയമൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ കുറേ കിളികളെയൊക്കെ കണ്ട് നമ്മൾ വേറെ കിളികളെയൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് നമ്മൾ വന്നത് മക്കാവുവിൻ്റെ അടുത്താണ്. അപ്പം ഇതിനെയൊക്കെ കയ്യിലും വെച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. നല്ലപോലെ ആൾക്കാരുമായിട്ട് ഇണചേർന്നതാണ്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ അടുത്ത് വന്നപ്പോഴത്തേക്ക് എന്നെ കടിക്കാൻ വന്നു. അപ്പോൾ നമുക്കിവിടെ വേറൊരു സ്റ്റാഫ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്നത് ആപ്പിളിൻ്റെ കട്ട് പീസാണ്. അങ്ങനെ ആപ്പിളിൻ്റെ കട്ട് പീസ് കൊടുത്തു. അങ്ങനെ വേറൊരു മക്കാവ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതിനും ഒരു ആപ്പിൾ കൊടുത്തു. അപ്പം ഈ സ്റ്റാഫ് നമ്മൾ ഇതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേര് വരുന്നത് മാംഗോ എന്നാണ്. അപ്പം എനിക്കാദ്യമേ കേട്ടപ്പം എനിക്ക് തന്നെ മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ കിളിയുടെ പേരാണ് മാംഗോ എന്ന്. അപ്പം സ്റ്റാഫ് ചോദിച്ചു എനിക്ക് കയ്യിലെടുക്കണമെന്ന്. അങ്ങനെ സ്റ്റാഫ് അത് കൈ വെക്കാൻ വേണ്ടി, ആ കിളിയെ എൻ്റെ കൈ വെക്കാൻ വേണ്ടി സഹായിച്ചു. അങ്ങനെ ഞാൻ അതിനെ കൈ വെച്ചു. വലിയ വെയിറ്റൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം വെയിറ്റുണ്ട്. അങ്ങനെ അതിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി. ഈ കൂട്ടിലെ കിളികളൊക്കെ നന്നായിട്ട് ഇണങ്ങിയതായതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തും കയ്യിലൊക്കെ വന്നിരിക്കും. അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു കിളികളെയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വെക്കണമെങ്കിൽ തന്നെ സ്റ്റാഫൊക്കെ നമ്മളെ വന്ന് സഹായിക്കും. അങ്ങനെ കുറച്ച് നേരം ഈ കിളിയുടെ കൂടെ ഞാൻ ചിലവഴിച്ചു. ശേഷം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കണ്ടു. അപ്പം ഇവിടെ ഒരു മാറി എന്ന
ഒരു കിളിയാണത്. അപ്പം ലാസ്റ്റ് കിളിക്കൂട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഞാൻ വെളിയിലോട്ട് ഒന്നുകൂടെ വന്നു. അപ്പോഴത്തേക്ക് രാത്രിയായി. ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് ഫുഡും കൂടെ മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. ആ പുല്ലൊക്കെ ഇവിടെ കണ്ട കുറച്ച് ആടുകൾക്കും പിന്നെ അതേപോലെ തന്നെ കുറേ കഴുതയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കൊണ്ട് കൊടുത്ത് ഫുഡ് തീർക്കണമായിരുന്നു. അങ്ങനെ അതിനും കൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ കുറച്ച് മാൻകൂട്ടം ഉണ്ടായിരുന്നു, കുറച്ച് പുല്ല് അതിനും ഞാൻ കൊണ്ട് കൊടുത്തു. പിന്നെ ഇവിടെ വേറൊരു സ്പോട്ടും കൂടെ കണ്ടുവച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. നമ്മളത് കയറാൻ വിട്ടുപോയതാണ്. ഇവിടെ ഒരു അക്വേറിയത്തിൻ്റെ ഒരു ചെറിയ ഒരു അക്വേറിയത്തിൻ്റെ റൂം കൂടെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് മാനിനൊക്കെ പുല്ല് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടായിരുന്നു, അത് ഈ കഴുതിക്കും കൂടെ കൊടുത്തു. വരുന്നവരെല്ലാം തന്നെ ഫുഡായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കൊടുത്താലും പകുതി മൃഗങ്ങൾക്കും വേണ്ട. എല്ലാവരും വയറ് ഫുള്ളായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആരും മേടിച്ച് കഴിക്കത്തില്ല. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് മൊത്തം തീർത്തു. ഇനി ഇവിടുന്ന് പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ അക്വേറിയത്തിൻ്റെ റൂമിലോട്ടാണ്. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ റൂം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. ഇത് ഫ്ലോറിൽ സെറ്റ് ചെയ്തിരുന്ന ഒരു വിഷ്വലാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ അക്വേറിയത്തിൽ മീനെയൊക്കെ കണ്ട് വന്നപ്പോൾ ഈ ചില്ലുകൂട്ടിലും കുറേ ജീവികളൊക്കെ ഇരിപ്പുണ്ട്. ഈ ജീവികളെയൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇതിനെയൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്നതുകൊണ്ട് ഒരു വിഷമം വരും. അവിടെ നിന്ന് നമ്മൾ വെളിയിറങ്ങി വന്നു. അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ ഒക്കെ ഇവിടുത്തെ. അങ്ങനെ ഇപ്പം നന്നായിട്ട് ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. എല്ലാവരും ഫാമിലിയായിട്ട് വരുന്നൊരു സമയമാണ് ഈ നൈറ്റ് വ്യൂ. അങ്ങനെ നമ്മുടെ കുതിരയോട്ട മത്സരം ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വേറൊരു റൗണ്ടാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വരാൻ തുടങ്ങിയത് കൊണ്ട് ഇവിടുത്തെ ഷോപ്പുകളും ഇവിടുത്തെ ആക്ടിവിറ്റികളൊക്കെ ഒന്നുകൂടെ ആക്റ്റീവായിട്ടുണ്ട്. അപ്പം ഇതാണ് കുവൈറ്റിലെ ഫ്ലാഗ്. അത് ഈ രാത്രിയിൽ നന്നായിട്ട് കാറ്റുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പാറി പറക്കുന്നുണ്ട്. ഈ ട്രെയിൻ കാണുന്നതും ഒക്കെ ഇവിടുത്തെ ഓരോരോ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റികളാണ്. അപ്പോൾ ഈ ഒരു ഏരിയകൾ കാണുന്നത് നമുക്ക് ഷോപ്പിംഗ് ഏരിയകളാണ്, അതുപോലെ റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അങ്ങനെ ഇവിടെല്ലാം അതിമനോഹരമാണ് കാണുവാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഇവിടുന്ന് തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു ലൊക്കേഷനിൽ എത്തുന്നിടം വരെ ബൈ.